ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പുളിയറയാണ്. അപ്പോൾ സുന്ദരപാണ്ഡിപുരത്ത് സൂര്യകാന്തി പൂക്കുന്ന ഒരു സമയം ആയി തുടങ്ങുമെന്നറിയാൻ വേണ്ടി പോകുന്നൊരു വഴിയാണ്. യഥാർത്ഥത്തിൽ ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റോടുകൂടിയൊക്കെയാണ് ആ സൂര്യകാന്തി പൂവിൻ്റെ സീസൺ ആവുന്നത്. ഇപ്പോൾ അറിഞ്ഞില്ല അവിടെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വയ്യ. ജസ്റ്റ് പോയി നോക്കാനുള്ള ഇതാണ്. നമ്മളിപ്പം ജസ്റ്റ് എല്ലാവരും കൂടെ പോകുന്നൊരു വഴിയാണ്. നമ്മൾ ഈ പോകുന്ന യാത്രയിൽ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. നല്ല ഭംഗിയാണ് ഇവിടെ നിൽക്കാൻ. കാറ്റ് സുരണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഉൾപ്രദേശത്തുള്ളൊരു സ്ഥലമാണ്. അടിപൊളിയായിട്ടുള്ള സ്ഥലം. സൂര്യകാന്തി ഇങ്ങനെ പൂത്ത് തുടങ്ങുന്ന സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കണ്ടുപിടിച്ചു സൂര്യകാന്തി. അപ്പോൾ ഇത് തെങ്കാശിയിലെ സുരണ്ടയിലാണ് ഈ പൂപ്പാടമുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലും കൃഷി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഓഗസ്റ്റ് 15-ാം തീയതിക്കൊക്കെ ആകുമ്പോൾ എല്ലാ പാടങ്ങളും പൂക്കും എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പം ഇപ്പോൾ ഇത് തുടക്കം മാത്രമാണ്. അടിപൊളിയായിട്ട് കാണാം സൂര്യകാന്തി പൂത്തിരിക്കുന്നത്. അടിപൊളി തന്നെ, സൂപ്പർ തന്നെ. എല്ലാവരും അറിയാം അടിപൊളിയായിട്ട് പൂത്തിരിക്കുകയാണ്. സൂര്യകാന്തി നല്ല സീസണിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ കാറ്റ് ഭയങ്കര കാറ്റാണ്. നമ്മൾ പറയുന്നതൊന്നും കേൾക്കത്തില്ല, അത്രയ്ക്ക് കാറ്റാണ് അടിച്ചു മറിച്ച് പൂ അങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. നമ്മൾ എന്ത് രസമാണെന്ന് നോക്കിയാൽ പൂ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. ഇതെല്ലാം ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്ന ദിശയിലേക്ക്, അതെങ്ങോട്ട് സൂര്യൻ്റെ ദിശ മാറുന്നോ അങ്ങോട്ട് ആ രീതിയിലേക്ക് ഇങ്ങനെ മുഖം തിരിച്ചു പോകുന്ന ഒരു ഇതാണ് കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അത്. ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ നിന്ന് തലകുണി ആടുന്ന ഒരു കാഴ്ച. പാടം നിറയെ പൂത്ത് കിടക്കുകയാണ് സൂര്യകാന്തി. ഒരുപാട് പേരോട് കാണാൻ പറ്റുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്. ഒരു പൂവിന് കണ്ണും മൂക്കൊക്കെ കാണുന്നത് പോലെ തോന്നുന്നു. അടിപൊളിയായിട്ട് എല്ലാവരും വരിക ഈ സൂര്യകാന്തി പാടം കാണാനായിട്ട്.